إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن خير الحديث كتاب الله وخير الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ ബഹുമാനമുള്ള ഏറ്റവും പ്രിയം നിറഞ്ഞ ആദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, നമ്മളെയെല്ലാം സൃഷ്ടിച്ചു പരിപാലിച്ച് സദാ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന സർവലോക സ്രഷ്ടാവും സംരക്ഷകനും നമ്മുടെ എല്ലാവരുടെയും ഈ പ്രപഞ്ചത്തിൻ്റെയും പരിപാലകനായ റബ്ബുൽ ഇസ്സത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും അവിടുത്തെ നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അനുസരിച്ച് ജീവിതം ധന്യമാക്കണമെന്ന് സ്വന്തത്തെ വിസ്മരിക്കാതെ എല്ലാ ഓരോരുത്തരോടും ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റഹ്മത്തും ബർക്കത്തും സദാസമയവും നമ്മളിലെല്ലാം വർഷിക്കുമാറാകട്ടെ. ഈ ദുനിയാവിൻ്റെ കാര്യമെടുത്താൽ തന്നെ നമ്മളൊരാളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ സ്വാഭാവികമായും സദാസമയവും അയാളെ നമ്മൾ ഓർത്തുകൊണ്ടിരിക്കും. പലപ്പോഴും ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പോലും ഒരു ചെറിയ പിണക്കം എന്ന നിലക്കെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും സൂചിപ്പിച്ചു പോരുന്ന ഒരു കാര്യം പോലും എന്താണ്, നിങ്ങൾ പലപ്പോഴും എനിക്ക് ഫോൺ വിളിക്കുന്നില്ല, അല്ലെങ്കിൽ പലപ്പോഴും എന്നെ ഓർക്കുന്നില്ല. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും സാധാരണഗതിയിൽ പറയാറുള്ള ഒരു കാര്യം പോലുമാണ്. ഒരാളെ നമ്മൾ അത്രയും സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ, ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ സ്വാഭാവികമായും അയാളെ നമ്മൾ ധാരാളമായി ഓർത്തുകൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞു വരുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമുക്കുള്ള ഇഷ്ടം വളരെ കൂടുതലാണെങ്കിൽ അള്ളാഹുവിനെ നാം ധാരാളമായി ഓർക്കും. അത് സ്വാഭാവികതയുടെ ഭാഗമാണ്. അള്ളാഹുവിനെ ധാരാളമായി നമ്മൾ സ്മരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് കൃത്യമായ രീതിയിൽ നമ്മൾ ബോധവാന്മാരാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ റബ്ബ് തന്ന, അള്ളാഹു തന്ന ആ നിഅമത്തുകളെ കുറിച്ച് നമ്മൾ ഓർത്തുകൊണ്ടിരിക്കും.
ഞാൻ പലപ്പോഴും അതിനത്ര തന്നെ ശുക്ർ ചെയ്യുന്നില്ലല്ലോ, അള്ളാഹു എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് വേണ്ടത്ര രീതിയിൽ ഞാൻ ശുക്ർ ചെയ്യുന്നില്ലല്ലോ, നന്ദി കാണിക്കുന്നില്ലല്ലോ എന്ന ഒരു കുറ്റബോധം പലപ്പോഴും നമ്മളെ ബാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനോട് നമുക്ക് അത്ര കണ്ടിഷ്ടമാണെങ്കിൽ അള്ളാഹുവിനെ സ്മരിക്കുന്നതിൽ സ്വാഭാവികമായും നാം തോറ്റുപോവുകയില്ല. അള്ളാഹുവിനെ സ്മരിക്കുക എന്നത്, ദിക്റുല്ലാ എന്നത് ഒരുപാട് പ്രതിഫലവും ജീവിതത്തിൽ അറ്റമില്ലാത്ത ബർക്കത്തും നമുക്ക് നേടിത്തരുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന പല പ്രതിസന്ധികളുടെയും പ്രയാസങ്ങളുടെയും മനക്ലേശത്തിൻ്റെയും പ്രധാന കാരണം അന്വേഷിച്ച് നമ്മൾ പോവുകയാണെങ്കിൽ നമുക്കത് കണ്ടെത്താൻ കഴിയുക അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയിൽ നിന്ന് നമ്മൾ പിന്നോട്ട് പോകുമ്പോഴാണ് എന്ന് കാണാൻ കഴിയും. അപ്പൊ അള്ളാഹിനോടുള്ള ഇഷ്ടം, റബ്ബിനോടുള്ള മഹബത്ത് അത് വളരെ കൂടുതലാണെങ്കിൽ അള്ളാഹുവിനെ സ്വാഭാവികമായും നമ്മൾ ഓർത്തുകൊണ്ടേയിരിക്കും. അള്ളാഹുവിനെ സ്മരിക്കുന്നതിന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച ധാരാളം ഉദാഹരണങ്ങളുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ധാരാളം ഉദാഹരണങ്ങളുണ്ട്. അള്ളാഹുവിനെ സ്മരിച്ച് ജീവിക്കേണ്ടതിൻ്റെ, അള്ളാഹുവിനെ ഓർത്ത് റബ്ബിന് ദിക്റെടുത്ത് ജീവിക്കേണ്ടതിൻ്റെ പ്രാധാന്യം പണ്ഡിതന്മാർ ഗ്രാഹ്യമായ രൂപത്തിൽ നമുക്ക് പെട്ടെന്ന് ഗ്രഹിക്കാൻ പറ്റുന്ന പല ഉദാഹരണങ്ങളിലൂടെയും നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ട്. ദിക്ർ എന്ന അറബി പദത്തിൻ്റെ ഭാഷാപരമായ ലുഅവിയായ അർത്ഥം എന്ന് പറയുന്നത് സ്മരിക്കുക, ഓർക്കുക, പറയുക, ധ്യാനിക്കുക എന്നൊക്കെയാണ്. അല്ലാഹു തആലക്കുള്ള ദിക്ർ, റബ്ബിനുള്ള ദിക്ർ, ദിക്റുല്ലാ, അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ എന്ന് പറയുമ്പോൾ മതപരമായിട്ട്, ശറഈയായിട്ട്, ഇസ്തിലാഹിയായിട്ട് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും ഉണ്ടാകുന്ന ദിക്റുകൾ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ്. അതായത് അള്ളാഹുവിൻ്റെ മഹത്തായ ഗുണങ്ങളെയും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടി മാഹാത്മ്യങ്ങളെയും കുറിച്ചുകൊണ്ട് നമ്മൾ സദാസമയവും ചിന്തിച്ചു കൊണ്ടിരിക്കുക, അതിനെക്കുറിച്ച് വിചാരിച്ചു കൊണ്ടിരിക്കുക. അള്ളാഹുവിനോടുള്ള മാനസികമായ ഭക്തിയും തസ്ബീഹ്, തഹ്ലീല്, തക്ബീർ, തഹ്മീദ്, ദുആകള് ഇതെല്ലാം ഉൾപ്പെടുന്നതിനെയാണ് ദിക്റുകൾ എന്ന് പറയുക. സ്മരണ എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിനെ സ്മരിക്കുക എന്നത് വളരെ ശ്രേഷ്ഠകരമായ ഒരു ഇബാദത്താണ്. ദിക്റുകൾ എന്നത് അള്ളാഹുവുമായിട്ടുള്ള നമ്മുടെ അടുപ്പം അത് വളരെ ഭയങ്കരമായ രൂപത്തിൽ സ്ട്രോങ് ആക്കാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ്. കാരണം പരിശുദ്ധ ഖുർആൻ സൂറത്ത് ബഖറയിലൂടെ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഉദ്കുറൂനി അദ്കുറുക്കും ഫഷ്കുറൂലി വലാ തക്ഫുറൂൻ. നിങ്ങൾ എന്നെ ഓർത്തുകൊണ്ടിരിക്കുക, നിങ്ങൾ എനിക്ക് ദിക്ർ എടുക്കുക, നിങ്ങൾ എന്നെ സ്മരിക്കൂ. അങ്ങനെയെങ്കിൽ അള്ളാഹു പറയണം, ഞാൻ നിങ്ങളെ ഓർക്കുന്നതാണ്. നിങ്ങൾ എനിക്ക് നന്ദി കാണിക്കൂ, നന്ദികേട് കാണിക്കാതെ ജീവിക്കൂ, നിങ്ങൾ എന്നോട് നിഷേധ സ്വഭാവം കാണിക്കരുത് എന്ന്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, ആരുടെ ഗുണത്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് പറയുന്നത്? നമ്മുടെ ഗുണത്തിന് തന്നെയാണ്. അള്ളാഹു പറയുന്നത് ഉദ്കുറൂനി അദ്കുറുക്കും, നിങ്ങൾ എന്നെ ഓർക്കൂ, ഞാൻ നിങ്ങളെ ഓർക്കും. നിങ്ങൾ എന്നോട് നന്ദി കാണിക്കൂ, ഫഷ്കുറൂലി, നിങ്ങൾ എന്നോട് നന്ദി കാണിക്കൂ, വലാ തക്ഫുറൂൻ, നന്ദികേട് കാണിക്കാതിരിക്കൂ, നിന്ദ്യത കാണിക്കാതിരിക്കൂ, നിഷേധാത്മകമായ ഒരു മോശമായ രീതി സ്വീകരിക്കാതിരിക്കൂ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സദാ ഓർത്തുകൊണ്ടിരിക്കുക എന്നത് സത്യവിശ്വാസികളുടെ സ്വഭാവ ഗുണമായിട്ടാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. യാ അയ്യുഹല്ലദീന ആമനുദ്കുറുല്ലാഹ ദിക്റൻ കസീറൻ വസബ്ബഹൂഹു ബുക്റതൻ വഅസീല. പരിശുദ്ധ ഖുർആൻ 33-ാമത്തെ സൂറത്തുൽ അഹ്സാബിലൂടെ പഠിപ്പിക്കുകയാണ്, സത്യവിശ്വാസികളെ, മുഅ്മിനുകളെ, ഈമാനുള്ളവരെ, നിങ്ങൾ അല്ലാഹുവിനെ ധാരാളമായി ഓർക്കുകയും രാവിലെയും വൈകുന്നേരവും അവനെ പ്രകീർത്തിക്കുകയും ചെയ്യുക. വലിദിക്റുല്ലാഹി അക്ബർ. അല്ലാഹുവിനെ ഓർമ്മിക്കുക എന്നത് ഏറ്റവും മഹത്തരമായ ഒരു കാര്യമാണ് എന്ന് 29-ാമത്തെ സൂറത്തുൽ അങ്കബൂത്തിന്റെ 45-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു തആല പഠിപ്പിക്കുന്നു. വദ്കുർ റബ്ബക ഫീ നഫ്സിക തളർറുഅൻ വഖഫിയ്യ വദൂനൽ ജഹ്രി മിനൽ ഖൗലി ബിൽ അദുവി വൽ ആസ്വാൽ വലാ തകുൻ മിനൽ ഗാഫിലീൻ. പരിശുദ്ധ ഖുർആനിന്റെ 7-ാമത്തെ സൂറത്തുൽ അഅറാഫിന്റെ 205-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പഠിപ്പിക്കുകയാണ്, വിനയത്തോടുകൂടിയും ഭയപ്പാടോടുകൂടിയും വാക്ക് ഉച്ചത്തിലാകാതെ
രാവിലെയും വൈകുന്നേരവും നീ നിന്റെ റബ്ബിനെ മനസ്സിൽ സ്മരിച്ചുകൊണ്ടേയിരിക്കുക. നീ ശ്രദ്ധയില്ലാത്തവരുടെ കൂട്ടത്തിലായി പോകരുത്, ഗഫലത്തിലായി പോകരുത് എന്ന്. അശ്രദ്ധ എന്നാണ് ഗഫലത്ത് എന്ന പദത്തിന്റെ അർത്ഥം. ഒരിക്കലും ഒരു വിശ്വാസിക്ക് ബാധിക്കാൻ പാടില്ലാത്ത ഒരു സ്വഭാവ ദൂഷ്യം, ഒരു മോശം കാര്യമാണ് ഗഫലത്ത് എന്ന് പറയുന്നത്. അശ്രദ്ധാലു ആവുക, ജീവിതത്തെക്കുറിച്ച് എയിംലെസ് ആയി തീരുക, അലക്ഷ്യമായി ജീവിക്കുക. ലക്ഷ്യം മറന്നുകൊണ്ടുള്ള ഒരു ജീവിതം ഒരു വിശ്വാസിക്ക് ഒരിക്കലും ഉണ്ടാകരുത് എന്ന്. അതുകൊണ്ടാണല്ലോ നരകത്തിലേക്ക് എറിയപ്പെടുന്ന വിഭാഗത്തെക്കുറിച്ച് 7-ാമത്തെ സൂറത്തുൽ അറാഫിൽ തന്നെ അല്ലാഹു തആല പറഞ്ഞത്, വലഖദ് ദറഅനാ ലിജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ്. മനുഷ്യവർഗത്തിൽ നിന്നും ജിന്നുവർഗത്തിൽ നിന്നും ബഹുഭൂരിപക്ഷത്തെ കൊണ്ട് നാം നരകം നിറക്കുക തന്നെ ചെയ്യും. ലഹും ഖുലൂബും ലാ യഫ്ഖഹൂന ബിഹാ. അവരെന്താണ് നരകത്തിൽ എടുത്തെറിയപ്പെടാനുള്ള കാരണം? അല്ലാഹു അവർക്ക് ഹൃദയം നൽകി, ചിന്തിക്കേണ്ടത് ചിന്തിച്ചില്ല. അല്ലാഹു തആല അവർക്ക് കണ്ണ് നൽകി, കാണേണ്ടത് കണ്ടില്ല. റബ്ബ് അവർക്ക് കാത് നൽകി, കേൾക്കേണ്ടത് കേട്ടില്ല. അല്ലാഹു അവരെ കുറിച്ച് പറയുന്നു, ഉലൈക കൽ അൻആം, അവർ കന്നുകാലികളെ പോലെയാണ്. കന്നുകാലികൾക്ക് പരലോകത്തെക്കുറിച്ച് ഓർക്കേണ്ടതുണ്ടോ? കന്നുകാലികളെ സംബന്ധിച്ചിടത്തോളം വിചാരണയെക്കുറിച്ച് ഭയപ്പെടേണ്ടതുണ്ടോ? അവർക്ക് സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും വ്യാകുലപ്പെടേണ്ടതുണ്ടോ? ഇല്ല. കന്നുകാലികളെ സംബന്ധിച്ചിടത്തോളം ജീവിതം എന്ന് പറയുന്നത് എയിംലെസ് ആയ, ലക്ഷ്യമില്ലാത്ത, അലക്ഷ്യമായ ഒരു കാര്യമാണ്. പക്ഷെ മനുഷ്യൻ അങ്ങനെയാണോ? അല്ല. മനുഷ്യന് ജീവിതത്തിന്റെ പിന്നിൽ കൃത്യമായ ഉദ്ദേശമുണ്ട്, ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം മറക്കുമ്പോഴാണ് ഗഫലത്ത് ബാധിക്കുന്നത്, അശ്രദ്ധ ബാധിക്കുന്നത്. അള്ളാഹു അവരെ കുറിച്ച് പറഞ്ഞ എന്താണ്? അവർ കന്നുകാലികളെ പോലെയാണ്. എന്നിട്ട് അള്ളാഹു തആല അത് തിരുത്തിയിട്ട് പറയാണ്, ബൽഹും അവല്, കന്നുകാലികളെ പോലെയല്ല, അതിനേക്കാൾ അധപ്പതിച്ചവരാണ് മനുഷ്യർ. കാരണം ചിന്തിക്കാനുള്ള സർവശേഷിയും എല്ലാ സൗകര്യവും കാര്യങ്ങളെ വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള ചിന്താമണ്ഡലങ്ങളും ചിന്താ വൈഭവവും വേർതിരിച്ചറിയാനുള്ള കഴിവും എല്ലാം നൽകിയിട്ട്, ഹൃദയം നൽകി, കണ്ണ് നൽകി, കാത് നൽകി, ഒക്കെ കൊടുത്തു. എന്നിട്ട് അല്ലാഹു പറയാണ്, എന്നിട്ടൊന്നും ചിന്തിക്കുന്നില്ല, എന്നിട്ടൊന്നും കാണുന്നില്ല, എന്നിട്ട് കേൾക്കേണ്ടതൊന്നും കേൾക്കുന്നില്ല. ഇതിൽ നിന്നെല്ലാം പിന്തിരിഞ്ഞ അലക്ഷ്യമായി അങ്ങനെ പോവാണ് മുന്നോട്ട്. അവർ കന്നുകാലികളെക്കാൾ അധപ്പതിച്ചവരാണ്. ഉലൈക ഹുമുൽ ഗാഫിലൂൻ എന്നാണ് അല്ലാഹു തആല ആയത്ത് അവസാനിപ്പിക്കുമ്പോൾ അവരെ പറ്റി പറഞ്ഞത്. അവർ അശ്രദ്ധാലുക്കളാണ് എന്ന്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത് അശ്രദ്ധ ഒരു വിശ്വാസിയെ ഒരിക്കലും ബാധിക്കാൻ പാടില്ല എന്ന്. നമ്മളിങ്ങനെ ജീവിക്കുമ്പോഴും കുടുംബം, സുഹൃത്തുക്കൾ, ബന്ധങ്ങൾ എല്ലാമായിട്ട് മുന്നോട്ട് പോകുമ്പോഴും സൗകര്യങ്ങളും അനുഗ്രഹങ്ങളൊക്കെ ആസ്വദിച്ച് മുന്നോട്ട് പോകുമ്പോഴും അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു സ്മരണ, ദിക്ർ, പരലോകം ഉണ്ട് എന്നും മരിച്ചു പോകണം എന്നും വിചാരണ ഉണ്ട് എന്നുള്ളൊരു ബോധം നമ്മളെ ഒരിക്കലും വിട്ടുപോകാൻ പാടില്ല. അത് നമ്മുടെ കൂടെ തന്നെ സഞ്ചരിച്ചു കൊണ്ടിരിക്കണം എന്നാണ് ഇതിനെല്ലാം വിശദീകരിച്ചുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. രാവും പകലും റബ്ബിനെ ഓർത്തുകൊണ്ടിരിക്കണം. വസബ്ബിഹ് ബിഹംദി റബ്ബിക ഖബ്ല തുലൂഇ ശംസി വഖബ്ല ഗുറൂബിഹാ. പരിശുദ്ധ ഖുർആനിന്റെ 20-ാമത്തെ സൂറത്ത് ത്വാഹ, അതിലെ 130-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പഠിപ്പിക്കുകയാണ്, സൂര്യോദയത്തിന് മുമ്പും സൂര്യോസ്തമയത്തിന് മുമ്പും നിന്റെ രക്ഷിതാവിനെ നീ സ്തുതിക്കുക, അവന്റെ പരിശുദ്ധിയെ നീ പ്രകീർത്തിക്കുകയും ചെയ്യുക എന്ന്. വദ്കുർസ്മ റബ്ബിക ബുക്റതൻ വഅസീല. ഖുർആന്റെ 76-ാമത്തെ സൂറത്തിലെ 25-ാമത്തെ ആയത്താണ്. നിന്റെ രക്ഷിതാവിന്റെ നാമം അത് നീ രാവിലെയും വൈകുന്നേരവും സ്മരിച്ചുകൊണ്ടേയിരിക്കുക. അപ്പൊ സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളിലൂടെ കടന്നു പോകുമ്പോൾ, ഹദീസുകളിലൂടെ കടന്നു പോകുമ്പോൾ അള്ളാഹുവിനെ ദിക്റെടുക്കേണ്ടതിന്റെ, അള്ളാഹിനെ സ്മരിക്കേണ്ടതിന്റെ പ്രാധാന്യം ധാരാളമായി റബ്ബുൽ ഇസ്സത്ത് പഠിപ്പിക്കുന്നതായി കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യദ്കുറുല്ലാഹ അലാ അഹ്യാനിഹി. മഹദി പഠിപ്പിക്കുകയാണ്, ആയിഷ റളിയല്ലാഹു അൻഹ പഠിപ്പിക്കുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം എങ്ങനെയായിരുന്നു. അള്ളാഹുവിന്റെ റസൂൽ ജീവിതത്തിൽ എല്ലാ സന്ദർഭങ്ങളിലും അള്ളാഹുവിനെ സ്മരിച്ചിരുന്നു എന്ന്. മസലുല്ലദീ യദ്കുറു റബ്ബഹു വല്ലദീ ലാ യദ്കുറു മസലുൽ ഹയ്യി വൽ മയ്യിത്ത്. ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത മുത്തഫഖുൻ അലൈഹി ആയ ഒരു ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അള്ളാഹുവിനെ സ്മരിക്കുന്നവനെയും അള്ളാഹുവിനെ സ്മരിക്കാത്തവന്റെയും ഉപമ എന്ന് പറയുന്നത്, ഉദാഹരണം എന്ന് പറയുന്നത് ജീവിച്ചിരിക്കുന്നവന്റെയും മരിച്ചവന്റെയും പോലെയാണ് എന്ന്. അതായത് ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യനും മരിച്ചൊരു മനുഷ്യനും തമ്മിൽ സമാവോ? ഒരിക്കലും ആവൂല, ഒരിക്കലും ആവൂല. അതേപോലെയാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അള്ളാഹിനെ സ്മരിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യനും അള്ളാഹിനെ കുറിച്ചൊരു ബോധമില്ലാതെ, അള്ളാഹ്ക്ക് ദിക്റുകളൊന്നും എടുക്കാതെ, അള്ളാഹിനെ സ്മരിക്കാതെ അലക്ഷ്യമായി ജീവിക്കുന്ന ഒരാളും
രണ്ടും ഒരാൾ ജീവിക്കുന്നതിനും മറ്റൊരാൾ മരിച്ചതിനും തുല്യാണെന്നാ. ഒരാൾ ജീവനുള്ള ശരീരത്തിന്റെ ആളെപ്പോലെയും മറ്റത് മയ്യത്ത് പോലെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പഠിച്ചിട്ടുള്ള തക്ബീറുകളും തഹ്മീദുകളും തഹ്ലീലുകളും അതുപോലെ തന്നെ തസ്ബീഹും എല്ലാം എടുക്കുകയും ധാരാളമായി റബ്ബിനെ ഓർക്കുകയും അള്ളാഹിനെ ഓർക്കുക എന്ന് പറയുമ്പോൾ ഞാൻ ഈ പറഞ്ഞ തക്ബീറും തഹ്ലീലും തഹ്മീദും തസ്ബീഹും മാത്രമല്ല കേട്ടോ. സുബ്ഹാനല്ലാഹ് പറയലോ, അത് അധികരിപ്പിക്കലോ, അൽഹംദുലില്ലാഹ് പറയലോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയലോ, അതുപോലെ തന്നെ അല്ലാഹു അക്ബർ പറയലോ മാത്രമല്ല. അള്ളാഹിനെ സ്മരിക്കുക എന്ന് പറഞ്ഞാൽ റബ്ബിനെ സദാ ഓർത്തുകൊണ്ടിരിക്കുക. അതിനെന്തെല്ലാം വഴികളുണ്ടോ ആ വഴികളിലൂടെ എല്ലാം സഞ്ചരിക്കുക. അള്ളാഹുവും അവന്റെ റസൂലും പഠിപ്പിച്ച ശരിയായ വഴിയിലൂടെ എല്ലാം സഞ്ചരിക്കുക. അള്ളാഹുവിന്റെ സൃഷ്ടി മാഹാത്മ്യങ്ങളെ കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുക. സത്യവിശ്വാസികളുടെ സൽഗുണമായിട്ട് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച ഒരു കാര്യം പോലും അതാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. മാത്രവുമല്ല, സ്വഹാബാക്കൾ പഠിപ്പിക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു പറയാണ്, അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ ദിക്റിനേക്കാൾ നല്ല മാർഗം മറ്റൊന്നില്ല എന്ന്. അപ്പൊ അള്ളാഹു ധാരാളമായി ഇഷ്ടപ്പെടാനും അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനുമുള്ള ഏറ്റവും നല്ലൊരു വഴിയായിട്ട് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്ന മാർഗം എന്താ? അള്ളാഹിനെ ധാരാളമായി സ്മരിച്ചാൽ മതി എന്ന്. മഹാനായ പണ്ഡിതൻ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ, അതായത് ദിക്ർ, അത് ഹൃദയത്തിന് മത്സ്യത്തിന് വെള്ളം എന്ന പോലെയാണ്. വെള്ളം ഒഴിവാക്കിയാൽ മത്സ്യത്തിന്റെ അവസ്ഥ എന്താകും? അതേപോലെയാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഹൃദയത്തിന് അള്ളാഹിനെ കുറിച്ചുള്ള ദിക്ർ, സ്മരണ എന്ന് പറയുന്നത്. ഒരു മത്സ്യത്തിന് വെള്ളം എത്രത്തോളം പ്രധാനപ്പെട്ട ഘടകമാണോ അതുപോലെ തന്നെയാണ് ഒരു വിശ്വാസിയുടെ ശരീരത്തിന്, ഒരു വിശ്വാസിയുടെ ഹൃദയത്തിന് ദിക്ർ എന്ന് പറയുന്നത് എന്ന്. അതുകൊണ്ട് തന്നെയാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ശിഷ്യന്മാർ ഇമാം ഇബ്നുൽ ഖയ്യിം, ഇമാം ഇബ്നു കസീർ റഹിമഹുമുല്ലാഹ്, ഇവരൊക്കെ പണ്ഡിതന്മാരാണ്. ഇവരൊക്കെ പറയാറുണ്ട്, സുബ്ഹി നിസ്കാരം കഴിഞ്ഞാൽ ഷെയ്ഖ് അവിടെ തന്നെ ഇരിക്കും. ധാരാളം സമയം അവിടെ അങ്ങനെ ഇരുന്നിട്ട് കുറേ ദിക്റുകളും ദുആകളും പ്രാർത്ഥനകളും ഇസ്തിഗ്ഫാറുകളും സുന്നത്ത് നിസ്കാരമൊക്കെ ആയിട്ട് അവിടെ അങ്ങനെ കൂടുന്നത് കാണാം. കുറേ നേരം പള്ളിയിൽ കഴിച്ചു കൂട്ടും. കുറേ നേരം ഇവര് ഗുരുവിനെ കാത്തു നിൽക്കും, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി. പിന്നീട് അവർ പോകും. എന്നിട്ട് ഷെയ്ഖിന് ചായയോ എന്തെങ്കിലുമൊക്കെ ഭക്ഷണ പദാർത്ഥങ്ങൾ കൊണ്ടുവന്നു കൊടുത്താൽ ഷെയ്ഖ് പറയും, എനിക്ക് ഭക്ഷണം ആവശ്യമില്ല, എൻ്റെ പ്രഭാത ഭക്ഷണം ആയിക്കഴിഞ്ഞു എന്ന്. ഞാൻ ദിക്ർ എടുത്തിട്ടുണ്ട്, എനിക്ക് പ്രഭാത ഭക്ഷണത്തിന് പകരമായിട്ടുണ്ട് എന്നാ, അതെന്നെ എൻ്റെ വയറ് നിറച്ചിട്ടുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, അത്രയും സമയം ധാരാളമായിട്ട് അള്ളാഹുവിനെ ഓർക്കാൻ സമയം കണ്ടെത്തിയിരുന്നവരാണ് അവർ എന്ന് നമുക്ക് കാണാൻ കഴിയും. മഹാനായ ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ്, ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ശിഷ്യന്മാരിൽ പ്രധാനിയാണ് അദ്ദേഹം. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, സത്യവിശ്വാസിയുടെ മനസ്സിന് ഇടക്ക് ഒരു ഒറ്റപ്പെടൽ ഉണ്ടാകും. സത്യവിശ്വാസിയുടെ മനസ്സിന് ഇടക്കിടക്ക് ചില ഒറ്റപ്പെടൽ സംഭവിക്കും. അത് അള്ളാഹുവിനെ സ്മരിക്കുമ്പോൾ ആ ഒറ്റപ്പെടൽ നീങ്ങിപ്പോകുന്നു എന്നാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്. അള്ളാഹുവിനെ ഓർക്കാനായിട്ട് ആരെങ്കിലും തന്റെ നാവിനെ ശീലിപ്പിച്ചു കഴിഞ്ഞാൽ അവന്റെ നാവിനെ അള്ളാഹു വൃത്തികേടിൽ നിന്നും ഉപകാരമില്ലാത്ത കാര്യങ്ങളിൽ നിന്നും സംരക്ഷിക്കുക തന്നെ ചെയ്യും. ഇനി ആരുടെയെങ്കിലും നാവ് അള്ളാഹുവിനെ ഓർക്കുന്നതിൽ നിന്നും ഉണങ്ങിപ്പോയാൽ വൃത്തികേടും തോന്നിവാസവും കൊണ്ട് അവന്റെ നാവ് നനയുകയും ചെയ്യും. അപ്പൊ വിശ്വാസിയുടെ നാവ് എങ്ങനെയാണ് നനയുക? അള്ളാഹിനെ ധാരാളമായി ഓർത്തിട്ട്. അള്ളാഹിനെ സ്മരിക്കാതെ ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ നാവ് നനയും. അള്ളാഹിനെ കുറിച്ചുള്ള ഓർമ്മയിൽ നിന്ന് ആ നാവ് ഉണങ്ങിപ്പോവുകയും ചെയ്യും. ആ നാവ് നനയും. അള്ളാഹിനെ ഓർക്കാത്തൊരു മനുഷ്യന്റെ അതെങ്ങനെയായിരിക്കും? ചീത്ത കാര്യങ്ങൾ പറഞ്ഞിട്ടും തെറി പറഞ്ഞിട്ടും വൃത്തികേട് പറഞ്ഞിട്ടും കുറെ ഈബത്തുകളും നമീമത്തും ഒക്കെ കള്ളങ്ങളൊക്കെ പറഞ്ഞിട്ട് ആ നാവ് നനയും. അല്ലാത്ത വിശ്വാസിയുടെ നാവോ അത് നനയും. അള്ളാഹിനെ കുറിച്ചുള്ള സ്മരണ കൊണ്ട് നനയും എന്നാണ്. ഒരുപാട് ഗുണങ്ങൾ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്. ഒന്ന്, വിജയം ലഭിക്കും. നമ്മുടെ ജീവിതത്തിൽ വിജയം ലഭിക്കും. അള്ളാഹിനെ കുറിച്ചുള്ള സ്മരണയിലൂടെ വിജയം കണ്ടെത്താൻ കഴിയും. ഫഇദാ ഖുദിയത്തിസ് സ്വലാത്തു ഫന്തശിറൂ ഫിൽ അർളി വബ്തഉ മിൻ ഫളില്ലാഹി വദ്കുറുല്ലാഹ കസീറൻ ലഅല്ലകും തുഫ്ലിഹൂൻ. ജുമുഅ നിസ്കാരം നിർവഹിക്കപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഭൂമിയിൽ വ്യാപിക്കുകയും അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽ നിന്ന് നിങ്ങൾ തേടിക്കൊള്ളുകയും ചെയ്യുക. നിങ്ങൾ അള്ളാഹുവിനെ ധാരാളമായി ദിക്ർ എടുക്കുക, സ്മരിക്കുക, ഓർക്കുക, നിങ്ങൾക്ക് വിജയം പ്രാപിച്ചേക്കാം എന്നാണ്. മഹാനായ ഇമാം സഅദി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ തഫ്സീറുസ് സഅദിയിൽ ഇതിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു ഇദാ ലഖീതും ഫിഅതും ഫസ്ബുതു വദ്കുറുല്ലാഹ കസീറൻ ലഅല്ലകും തുഫ്ലിഹൂൻ. സത്യവിശ്വാസികളെ, നിങ്ങളൊരു സൈന്യത്തെ
നിങ്ങളൊരു സംഘത്തെ കണ്ടുമുട്ടിയാൽ ഉറച്ചു നിൽക്കുകയും അള്ളാഹുവിനെ അധികമായി ഓർമ്മിക്കുകയും ചെയ്യുക, നിങ്ങൾക്ക് വിജയം ലഭിച്ചേക്കാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു യുദ്ധ സന്ദർഭത്തിൽ പോലും ദിക്റെടുക്കണ്ട, അതിന് എന്തെങ്കിലുമൊക്കെ എക്സ്ക്യൂസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, അള്ളാഹിനെ സ്മരിക്കുന്നതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ എക്സ്ക്യൂസ് മനുഷ്യന്മാർക്ക് ഉണ്ടെങ്കിൽ അത് ഏത് സമയത്ത് അള്ളാഹു അനുവദിച്ചു കൊടുക്കണമായിരുന്നു? യുദ്ധ സന്ദർഭത്തിൽ. അവിടെ പോലും അള്ളാഹുവിനെ നിങ്ങൾ ഓർക്കുക. നിങ്ങൾക്ക് വിജയം വേണോ, നിങ്ങൾ അവിടെ പോലും അള്ളാഹിനെ ഓർക്കണം എന്ന് പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ്. രണ്ടാമത്തത്, പാപമോചനവും മഹത്തായ പ്രതിഫലവും ലഭിക്കും. അള്ളാഹിനെ കുറിച്ച് ധാരാളമായി ഓർത്തു കഴിഞ്ഞാൽ, അള്ളാഹിനെ സ്മരിച്ച് ജീവിച്ചാൽ അതിലൂടെ അള്ളാഹു നമുക്ക് പാപമോചനം നൽകും, വമ്പിച്ച പ്രതിഫലം നൽകും. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഒരു ഹദീസ് ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിന്റെ വജ്ഹ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട്, അള്ളാഹിന്റെ അടുത്ത് നിന്നുള്ള പ്രതിഫലം മാത്രം ആഗ്രഹിച്ചുകൊണ്ട്, അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ടും വല്ലവരും ഒരുമിച്ച് കൂടിയാൽ, അള്ളാഹിനെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ടും അള്ളാഹിനെ സ്മരിച്ചുകൊണ്ടും ആരെങ്കിലും ഒരുമിച്ച് കൂടിയാൽ ആകാശത്ത് നിന്നൊരു വിളിയാളൻ വിളിച്ചു പറയും ഈ ആളുകളെ പറ്റിയിട്ട്, പാപങ്ങൾ പൊറുക്കപ്പെട്ടവരായിട്ട് നിങ്ങൾ പോയിക്കൊള്ളുക, നിങ്ങളുടെ തിന്മകൾ നന്മയായി മാറ്റിമറിക്കപ്പെട്ടിരിക്കുന്നു എന്ന്. ഒന്ന് നോക്കൂ നിങ്ങൾ. അപ്പൊ വമ്പിച്ച പ്രതിഫലവും ശ്രേഷ്ഠതയും അതിലൂടെ ലഭിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ റബ്ബും നമ്മളെ ധാരാളമായി ഓർക്കും. ഫദ്കുറൂനി അദ്കുറുക്കും വഷ്കുറൂലി വലാ തക്ഫുറൂൻ എന്ന ആയത്ത് നമ്മൾ ഓതി വിശദീകരിച്ചന. ആ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ സ്വഹാബി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, എന്റെ ദാസൻ എന്നെ വിചാരിക്കും പോലെയാണ് ഞാൻ. എന്റെ ദാസൻ എന്നെ എങ്ങനെയാണോ വിചാരിക്കുന്നത് അങ്ങനെയാണ് ഞാൻ. അവൻ എന്നെ ഓർക്കുമ്പോൾ ഞാൻ അവന്റെ കൂടെ ഉണ്ടായിരിക്കും. അവൻ എന്നെ സ്വയം മനസ്സിൽ നിന്ന് ഓർത്താൽ ഞാൻ അവനെയും സ്വയം ഓർക്കും. ഒരു സംഘത്തിൽ വെച്ച് അവൻ എന്നെ ഓർത്താൽ, എന്നെക്കുറിച്ച് അവൻ പ്രസ്താവിച്ചാൽ, അവരെക്കാൾ ഉത്തമമായ ഒരു സംഘത്തിൽ വെച്ച് ഞാൻ അവനെ ഓർക്കുമെന്ന്. നോക്കൂ നിങ്ങൾ, എത്ര ശ്രേഷ്ഠതയുള്ള ഒരു കാര്യമാണ്. അള്ളാഹുവിനെ നമ്മൾ ഓർത്താൽ അള്ളാഹു നമ്മളെ തിരിച്ചോർക്കും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, എന്റെ ദാസൻ എന്നെ എങ്ങനെയാണോ വിചാരിക്കുന്നത് അതുപോലെയാണ് ഞാൻ. അവൻ എന്നെ ഓർക്കുമ്പോൾ ഞാൻ അവന്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. ഞാൻ അവന്റെ മനസ്സിൽ സ്വയം എന്നെ കുറിച്ച് ഓർത്താൽ ഞാൻ അവനെയും സ്വയം ഓർക്കും. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കുകയാണ്, ഒരു സംഘത്തിൽ വെച്ച്, ആളുടെ കൂട്ടത്തിലൊക്കെ വെച്ച് ആൾക്കാരൊക്കെ കൂടുമ്പോൾ, അപ്പോഴാണല്ലോ നമ്മൾ സാധാരണ പടച്ചോനെ മറക്കുക. നമ്മൾ കൂടെ കൂടുമ്പോൾ, പലരുടെയും കൂട്ടത്തിലാകുമ്പോൾ അള്ളാഹുവിനെ ഓർക്കുകയും അള്ളാഹുവിനെ കുറിച്ച് സ്മരിക്കുകയും ആരോടെങ്കിലും റബ്ബിനെ കുറിച്ച് പറയുകയും ചെയ്താൽ അള്ളാഹു അതിനെ തിരിച്ച് പകരമായി നൽകുന്നത് എന്താണ്? അതിനേക്കാൾ നല്ല ഒരു സംഘത്തിൽ വെച്ച് ഞാൻ അവനെ ഓർക്കുമെന്ന്. അതായത് നമുക്ക് ആ ഒരു സംഘത്തിൽ, ആ ഒരു ആളുകൾക്കിടയിൽ വെച്ച് റബ്ബ് നമുക്ക് സ്ഥാനമാനങ്ങൾ നൽകും. അവർക്കിടയിൽ ഓർക്കപ്പെടാൻ കഴിയുന്ന രീതിയിലുള്ളൊരു മനുഷ്യനാക്കി നമ്മളെ മാറ്റുമെന്ന്. അപ്പൊ എത്ര പ്രതിഫലമുള്ള, എത്ര ശ്രേഷ്ഠതയുള്ള കാര്യമാണ് ഇത് എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കുക. അതുപോലെ തന്നെ ഏറ്റവും വലിയൊരു കാര്യമാണ് അള്ളാഹിനെ കുറിച്ചുള്ള സ്മരണ ഉണ്ടാകുമ്പോൾ നമ്മുടെ മനസ്സ് ശാന്തമായി തീരും എന്നുള്ളത്. പലപ്പോഴും നമ്മുടെ മനസ്സിന് വല്ലാത്ത വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ ബാധിക്കാറുണ്ട്. അതിൻ്റെയൊക്കെ പ്രധാന കാരണം എന്താ? അള്ളാഹിനെ കുറിച്ചുള്ള സ്മരണയിൽ നിന്ന് അകലുന്നത് കൊണ്ടാണ്. നബി അല്ലാഹു തആല തന്നെ പഠിപ്പിക്കുകയാണ്, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അറിയുക, അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ കൊണ്ട് മാത്രമാണ് നിങ്ങളുടെ ഹൃദയങ്ങൾ ശാന്തമായി തീരുന്നത് എന്ന്. പലപ്പോഴും ആളുകൾക്കിടയിൽ ഭയങ്കര സ്വീകാര്യതയും കാര്യങ്ങളൊക്കെ നമ്മൾ കിട്ടുമ്പോൾ നമ്മൾ ആ ആളുകളുടെ പിന്നാലെ ഇങ്ങനെ പോകാൻ തുടങ്ങും. അവിടെ നിന്ന് എവിടെയെങ്കിലും നമുക്കൊരു ഒറ്റപ്പെടൽ ഫീലൊക്കെ വരുമ്പോഴാണ്, ആരും എന്നെ പരിഗണിക്കുന്നില്ല എന്നൊക്കെ തോന്നുമ്പോഴാണ് നമ്മൾ അതിൽ നിന്നൊക്കെ തിരിഞ്ഞിട്ട് പിന്നെ റബ്ബിലേക്ക് ഇങ്ങനെ അടുത്തു തുടങ്ങുക. സത്യത്തിൽ സദാസമയം നമ്മൾ റബ്ബിനെ ഓർത്തുകൊണ്ടിരുന്നാലോ നമ്മുടെ മനസ്സിന് വല്ലാത്ത ഒരു കുളിർമയാണ് റബ്ബുൽ ഇസ്സത്ത് അതിലൂടെ തരിക. പണ്ഡിതന്മാര് പഠിപ്പിക്കുകയാണ്, ഇപ്പോ ഫഇന്ന ദിക്റല്ലാഹി തആല, അള്ളാഹുവിനെ സ്മരിക്കുന്നതിന്റെ മഹത്വം പറയാണ്, മനസ്സുകൾക്ക് ആശ്വാസം നൽകുകയും ക്ഷമിക്കാനുള്ള സൗകര്യമുണ്ടാക്കി തരികയും ചെയ്യും എന്നാണ്. ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് തഫ്സീറുസ് സഅദിയിൽ പണ്ഡിതന്മാര് അള്ളാഹുവിനെ സ്മരിച്ച് ജീവിക്കുന്നതിന്റെ പ്രാധാന്യം വിശദീകരിക്കുന്ന ആയത്തുകളെ തഫ്സീർ ചെയ്തുകൊണ്ട് പഠിപ്പിക്കുകയാണ്, തീർച്ചയായും അള്ളാഹിനെ സ്മരിക്കുന്നത് അത് മനസ്സിന് ഭയങ്കര ആശ്വാസം നൽകും, മനസ്സിന് വല്ലാത്തൊരു ആശ്വാസം നൽകും, സമാധാനം നൽകും. അതുപോലെ തന്നെ ക്ഷമിച്ചു നിൽക്കാനുള്ള ഒരു സൗകര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുകയും ചെയ്യുമെന്ന്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ റബ്ബിനെ ധാരാളമായി സ്നേഹിക്കാനും ഇഷ്ടപ്പെടാനും അതിലൂടെ അള്ളാഹ്ക്ക് ധാരാളമായി ദിക്റുകൾ എടുക്കാനും അള്ളാഹിനെ സ്മരിച്ച് ജീവിക്കുവാനും നമ്മൾ ശ്രമിക്കുക. സർവ്വലോക രക്ഷിതാവായ അല്ലാഹു തആല തന്നെ നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിതം ധന്യമാക്കണമെന്ന് ഒരിക്കൽ കൂടി സ്വന്തത്തെ വിസ്മരിക്കാതെ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഒരു സത്യവിശ്വാസിയുടെ നിത്യജീവിതത്തിൽ അവൻ അല്ലെങ്കിൽ അവൾ മരണം വരെ ദിക്റുകൾ നിലനിർത്തേണ്ടതുണ്ട് എന്നത് അനിവാര്യമായ ഒരു കാര്യമാണ്. ആ ഒരു ഗൗരവത്തിൽ നമ്മൾ കാര്യങ്ങളെ ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ചിട്ടയായ പ്രവർത്തനങ്ങളിലൂടെ ഒരു അള്ളാഹിനെ സ്മരിച്ചുകൊണ്ടും അള്ളാഹുവിനെ ഓർത്തുകൊണ്ടുമുള്ള നല്ല ഒരു മരണം കൈവരിക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. അള്ളാഹുവിനെ ദിക്റെടുക്കേണ്ടതിൻ്റെ രൂപം ഏതെല്ലാം വഴികളിലൂടെ സാധിക്കും എന്ന് പണ്ഡിതന്മാർ ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും വെളിച്ചത്തിൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതിലൊന്ന്, നിത്യജീവിതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന പ്രാർത്ഥനകൾ, ദുആകൾ, ദിക്റുകൾ അത് പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ ഏതെങ്കിലും ക്ലാസ്സുകളിൽ നിന്നോ അല്ലെങ്കിൽ എവിടെയെങ്കിലും വായിച്ചതോ ആയിട്ടുള്ള ദിക്റുകൾ, ദുആകളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ആ സമയത്ത് ചിലപ്പോൾ നമ്മളത് പഠിച്ചെടുക്കും. എന്നിട്ട് നമ്മൾ പറയും എന്താണെന്നറിയില്ല, പിന്നെ അത് ചൊല്ലാൻ വേണ്ടി നോക്കുമ്പോൾ ഓർമ്മയിൽ നിൽക്കുന്നില്ല. ഒരു കാര്യം ഓർമ്മയിൽ നിർത്താനുള്ള ഏറ്റവും നല്ല വഴി എന്താ? അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ്. നമ്മളത് നിരന്തരം ചെയ്തുകൊണ്ടിരുന്നാൽ അത് പിന്നെ നമ്മൾ മറന്നുപോവില്ല, എന്തായാലും മറന്നുപോവില്ല. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനകളും ദിക്റുകളും നമ്മൾ പഠിച്ചു, പിന്നെ അത് നമ്മൾ കരുതി കൂട്ടി ചെയ്യണം എന്നൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ എന്തായാലും നമുക്കത് ചെയ്യാൻ പറ്റും. സ്വാഭാവികമായിട്ട് ആ സമയമാകുമ്പോഴേക്ക് നമുക്കത് ഓർമ്മ വരും. ഇപ്പോൾ വാഹനത്തിൽ കയറുമ്പോൾ അല്ലെങ്കിൽ വീട്ടിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ബിസ്മില്ലാ എന്ന് ചൊല്ലി വലത്തേ കാല് വെച്ച് വീട്ടിലേക്ക് പ്രവേശിക്കണം. അത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേറൊരു സംസാരത്തിലാണെങ്കിൽ പോലും, നമ്മൾ ഫോൺ വിളിച്ചിട്ടാണ് വീട്ടിലേക്ക് വരുന്നത് അല്ലെങ്കിൽ വേറെന്തോ ഒരു സംസാരത്തിലാണ് കയറി വരുന്നത് എങ്കിൽ പോലും നമ്മൾ വീട്ടിലേക്ക് കയറുമ്പോൾ അറിയാതെ നമ്മുടെ വലത്തേ കാല് തന്നെയാണ് അങ്ങോട്ട് വരിക. മാത്രമല്ല ബിസ്മില്ലാ എന്നുള്ള ദിക്ർ അറിയാതെ വരികയും ചെയ്യും. ചൊല്ലുന്ന ഓരോ ദിക്റുകളും അർത്ഥം ഉൾക്കൊണ്ടിട്ട് അതിന്റെ ആശയം ഉൾക്കൊണ്ട് എന്തിനാണ് ഇത് റസൂലുള്ള പഠിപ്പിച്ചതെന്നുള്ള ബോധത്തോടു കൂടി തന്നെ ചെയ്യാൻ പറ്റിയാൽ മതി എന്നർത്ഥം. ഞാൻ പറയണത് ഇത് ജീവിതത്തിൽ നമ്മൾ കൊണ്ടു നടന്നാലേ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാവും. ഇപ്പൊ ദിക്റുകളൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റിയ ആധികാരികമായ മൊബൈൽ ആപ്പുകളുണ്ട് നമ്മുടെ കയ്യിൽ. ഇപ്പൊ ജമീൽ എന്ന് പറയുന്ന ഒരു ആപ്പ് തന്നെ ഉണ്ട്. നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് അത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അതിലിഷ്ടം പോലെ ദിക്റുകൾ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ട ഒരുപാട് ദിക്റുകൾ അതിൽ പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ, നിത്യജീവിതത്തിൽ രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ട ദിക്റുകൾ, രോഗിയെ സന്ദർശിക്കുമ്പോൾ, വാഹനത്തിൽ കയറുമ്പോൾ, എല്ലാ കാര്യങ്ങളും, നിസ്കാരത്തിൽ ചൊല്ലേണ്ടതും അല്ലാത്തതുമായിട്ടുള്ള എല്ലാ ദിക്റുകളും കാര്യങ്ങളും അതിലുണ്ട്. നമ്മളത് ഫോൺ എന്തായാലും നമ്മൾ കൊണ്ടുനടക്കുമല്ലോ. നമ്മൾ ഈ ദിക്റുകളൊക്കെ ചൊല്ലേണ്ട സമയത്ത് ആ ഫോൺ എടുത്തിട്ട് ഇങ്ങനെ ചൊല്ലി ഒരാഴ്ച നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുനടന്നാലോ സ്വാഭാവികമായിട്ട് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറും. നമ്മൾ പോലും അറിയാതെ ആ ദുആകൾ നമ്മൾ കാണാതെ പഠിച്ചു തുടങ്ങും. അപ്പൊ പിന്നെ നമുക്ക് ഫോണൊന്നും ഉപയോഗിക്കാതെ തന്നെ ചൊല്ലാൻ പറ്റും. ഞാൻ പറയുന്നത് അതിനുള്ളൊരു ശ്രമം നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടായാൽ മതി എന്നുള്ളതാണ്. അവിടെ പണ്ഡിതന്മാർ, ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഹൃദയവും നാവും ഒരുമിച്ച ദിക്റാണ് ഏറ്റവും ശ്രേഷ്ഠവും ഉപകാരപ്രദവുമായ ദിക്ർ. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നാവ് കൊണ്ട് നമ്മളിങ്ങനെ പറയുന്നുണ്ട്, പക്ഷെ അതിന്റെ ആശയമോ അതിന്റെ അർത്ഥമോ ഒന്നും നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങുന്നില്ല. അങ്ങനെയല്ല, ഹൃദയവും നാവും ഒരുമിച്ചുണ്ടാകുന്ന ദിക്റാണ് ഏറ്റവും ശ്രേഷ്ഠമായ ദിക്റും ഉപകാരപ്രദമായ ദിക്റും. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതും കൂടി ആയിരിക്കണം. ആരെങ്കിലും പറഞ്ഞെന്നു എന്നുള്ളത് കൊണ്ടായിരിക്കരുത് നമ്മൾ ദിക്റുകൾ ചൊല്ലേണ്ടതും പ്രാർത്ഥനകൾ ചൊല്ലേണ്ടതും. നമ്മൾ പഠിക്കുന്ന ഓരോ പ്രാർത്ഥനയും അള്ളയും റസൂലും പഠിപ്പിച്ചതാണോ എന്ന് കൂടി നോക്കണം, ഉറപ്പുവരുത്തണം. ദിക്ർ ചൊല്ലുന്നവൻ അതിന്റെ അർത്ഥവും അതിന്റെ ലക്ഷ്യവും ശരിയായി അറിഞ്ഞിരിക്കുകയും വേണം എന്ന് അൽ ഫവായിദ് എന്ന് പറയുന്ന കിതാബിൽ മഹാനായ ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ അള്ളാഹുവിനെ ധാരാളമായി സ്മരിച്ച് ജീവിക്കാനുള്ള ഒരു വഴി എന്താണ്? നിസ്കാരം കൃത്യമായി നിലനിർത്തിയാൽ മതി. നമസ്കാരം കൃത്യമായി നിലനിർത്തിയാൽ മതി. നമസ്കാരം കൃത്യമായി നിലനിർത്തുക, അതേപോലെ തന്നെ ജുമുഅ കൃത്യമായി കൊണ്ടുപോവുക. ഇപ്പൊ വാസ്തവത്തിൽ നമ്മൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ.
ഇവിടെ വരണമെന്ന് ആഗ്രഹിക്കുന്ന, ജുമാക്ക് പങ്കെടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന, എന്നാൽ ശാരീരികമായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉള്ളത് കൊണ്ട് ജുമാക്ക് പങ്കെടുക്കാൻ കഴിയാത്ത എത്രയോ ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഇപ്പൊ സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും ഒക്കെ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത് കൊണ്ട്, ക്രിട്ടിക്കൽ സ്റ്റേജുകൾ കടന്നു പോകുന്നത് കൊണ്ട് അവർക്ക് ജുമാക്ക് വരണം എന്ന് ആഗ്രഹമുണ്ട്. അത്തരം ആളുകൾ നമ്മുടെ പള്ളിയിൽ സ്ഥിരമായി വന്നിരുന്ന ആളുകൾ, അവർക്ക് വരണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അവർക്ക് സാധിക്കുന്നില്ല. അപ്പൊ നമുക്ക് നല്ല ആരോഗ്യ ദൃഢഗാത്രരാണ്, ആരോഗ്യമുണ്ട്, സമയമുണ്ട്, എല്ലാം ഉണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ടും ഈ വെള്ളിയാഴ്ച ദിവസമെങ്കിലും നമുക്ക് എന്തുകൊണ്ട് ഖതീബ് മിമ്പറിൽ കയറുന്നതിന്റെ തൊട്ട് മുമ്പായിട്ട്, ബാങ്ക് കൊടുക്കുന്നതിന്റെ തൊട്ട് മുമ്പായിട്ടെങ്കിലും നിങ്ങൾ എത്താൻ ശ്രമിച്ചാൽ ആ വെള്ളിയാഴ്ച ദിവസമെങ്കിലും, ഒരുപാട് ജെന്യൂനായ ഒരുപാട് റീസണുകളുള്ള കാരണങ്ങളുള്ള ആളുകൾ ഉണ്ടാവട്ടെ. ഞാൻ അത്തരക്കാരെ കുറ്റപ്പെടുത്തിയിട്ട് സംസാരിക്കല്ല, അങ്ങനെ വിചാരിക്കരുത്. ഞാൻ പറയണത്, നമ്മളൊന്ന് പ്ലാൻ ചെയ്താൽ, കാര്യങ്ങൾ കൃത്യമായിട്ട് ചിലപ്പോൾ ഒന്ന് ഷെഡ്യൂൾ ചെയ്താൽ, വെള്ളിയാഴ്ച ദിവസം നമുക്ക് പല തിരക്കുകളും മാറ്റിവെക്കാനോ അല്ലെങ്കിൽ അതൊക്കെ പെട്ടെന്ന് ചെയ്തു തീർത്ത് ജുമാക്ക് വളരെ പെട്ടെന്ന് തന്നെ, എത്രയും നേരത്തെ തന്നെ എത്തണം എന്ന് ഒരു ആസൂത്രിതമായൊരു ശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായാൽ നമുക്ക് ഇവിടെ ഖുതുബ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ, ഇവിടെ മുഅദ്ദിൻ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഇവിടെ എത്തിച്ചേരാൻ പറ്റും. അതുകൊണ്ട് ജുമുഅ കിട്ടണം, എനിക്ക് ആ ജുമുഅ നഷ്ടപ്പെടരുത് എന്ന തീവ്രമായ ആഗ്രഹം നിലനിർത്തുകയും അതിനുവേണ്ടി നമ്മൾ ശ്രമിച്ചുകൊണ്ട് നേരത്തെ തന്നെ പള്ളിയിൽ എത്താനുള്ള ഒരു ശ്രമം ഇനി അങ്ങോട്ടുള്ള ജുമുഅകളിലെങ്കിലും, ഇനി അങ്ങോട്ടുള്ള നിസ്കാരങ്ങളിലെങ്കിലും നമ്മൾ കൃത്യമായി ശ്രദ്ധിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നിസ്കാരം എത്രത്തോളം നമ്മൾ കണിശത പാലിച്ച് നിലനിർത്തുന്നുവോ അത്രയും റബ്ബുൽ ഇസ്സത്ത് നമ്മളെ ഓർക്കാനും അള്ളാഹിനെ കുറിച്ചുള്ള ബന്ധം സുദൃഢമാക്കാനും അതുവഴി നല്ല മരണം കൈവരിക്കാനും സാധിക്കും. അള്ളാഹു തആല തന്നെ പറയുന്നുണ്ട്, വ അഖിമിസ് സ്വലാത്ത ലിദിക്രി. ഖുർആനിന്റെ 20-ാമത്തെ സൂറത്തിലെ 14-ാമത്തെ ആയത്താണ്, സൂറത്തു തോഹയിലെ. അള്ളാഹ് പറയണ, എന്നെ ഓർമ്മിക്കുന്നതിന് വേണ്ടി, എനിക്ക് ദിക്റെടുക്കുന്നതിന് വേണ്ടി നിങ്ങൾ നിസ്കാരം മുറ പോലെ നിർവഹിക്കുക എന്ന്. അപ്പൊ നിസ്കാരത്തിന്റെ കാര്യത്തിൽ അത് കൃത്യമായി, അതൊരു വക്ത് പോലും എനിക്ക് നഷ്ടപ്പെടൂല എന്നൊരു തീരുമാനം ഉറപ്പിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ, ഏത് യാത്രയിലാണെങ്കിലും എത്ര തിരക്കിന്റെ ഇടയിലാണെങ്കിലും നമ്മൾ നിസ്കരിക്കാൻ ശ്രമിക്കും. അതിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കും. ആ നിസ്കാരങ്ങൾ ഓരോന്നും അള്ളാഹും റസൂലും പഠിപ്പിച്ച രൂപത്തിൽ ആത്മാവുള്ള നിസ്കാരമാക്കാൻ നമ്മൾ ശ്രമിക്കുക. അതുപോലെ തന്നെ ഖുർആൻ പാരായണം നമ്മൾ ധാരാളമായി അധികരിപ്പിക്കുക. പരിശുദ്ധ ഖുർആൻ ഇപ്പൊ റമദാൻ വരികയാണ്, അപ്പൊ ഷാബാനിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. റമദാനിനുള്ള ഒരു മുന്നൊരുക്കം കൂടിയാണ് ഷാബാൻ. ഇത് കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ സൂചിപ്പിച്ചതാണ്. ഞാൻ പറയണത്, ഇനിയിപ്പോൾ റമദാൻ വരും, നമ്മൾ റമദാനിൽ ഖത്തം തീർക്കാം, റമദാനിൽ ധാരാളമായിട്ട് ഓതാമെന്ന് വിചാരിക്കും. അങ്ങനെയല്ല. നമ്മളുടെ ജീവിതത്തിൽ റമദാൻ വരുമ്പോൾ മാത്രമല്ല ഖുർആൻ ഓതേണ്ടത്, ഓരോ ദിവസവും നമ്മൾ ഖുർആൻ ഓതുക. ഇപ്പോൾ ഫോണിലൊക്കെ ഖുർആൻ നല്ല ആപ്പുകളും സൗകര്യങ്ങളൊക്കെ അല്ലേ. നമുക്ക് യാത്രയിൽ പോലും ഫോൺ നോക്കിയിട്ട് ഖുർആൻ ഓതിക്കൂടെ? യാത്രയിലൊക്കെ ഒരുപാട് സമയം നമുക്ക് കിട്ടൂലേ? വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ഒരുപാട് സമയങ്ങൾ ഉണ്ടാവില്ലേ? ഒരു 5-10 മിനിറ്റ് ഒന്ന് ഖുർആൻ ഓതിയാൽ അതിന്റെ കൂലി പടച്ചോന്റെ അടുത്ത് നിന്ന് കിട്ടുമല്ലോ എന്നുള്ള നല്ല നീയത്തോടു കൂടി നമ്മളൊന്ന് ഓതാൻ ശ്രമിച്ചാൽ ആ 10 മിനിറ്റ് റബ്ബിന്റെ അടുക്കൽ എത്രയോ ദിവസങ്ങളായിട്ട് അല്ലാഹു തആല പ്രതിഫലം രേഖപ്പെടുത്തിയാലോ. കാരണം നമ്മളെ മനസ്സ് താളം തെറ്റിപ്പോകുമ്പോഴും വേണ്ട എന്ന് വിചാരിക്കുമ്പോഴും പിശാച് നമ്മളെ അതിൽ നിന്നെല്ലാം മടുപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും നമ്മൾ അതിൽ നിന്നൊക്കെ മാറിയിട്ട് സ്ട്രഗിൾ ചെയ്തുകൊണ്ട്, ത്യാഗം സഹിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ശരീരം മനസ്സൊക്കെ അതിനെതിരായിട്ടും ഖുർആൻ ഓതണം, നിസ്കരിക്കണം എന്ന തീവ്രമായ ആഗ്രഹത്തിൽ നിന്ന്, ഈ താല്പര്യങ്ങൾക്കൊക്കെ എതിര് നിന്നുകൊണ്ട് നന്മ പ്രവർത്തിക്കാൻ ഒരുങ്ങുമ്പോൾ അല്ലാഹു തആല വലിയ പ്രതിഫലമായി രേഖപ്പെടുത്തും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ജീവിതത്തിൽ ധാരാളമായി പ്രാർത്ഥിക്കുക, പ്രാർത്ഥന അധികരിപ്പിച്ചുകൊണ്ടേയിരിക്കുക. ഖുൽ മാ യഅബഉ ബിക്കും റബ്ബി ലൗലാ ദുആഉക്കും എന്ന് പറയുന്ന ഒരു ആയത്തുണ്ട് ഖുർആന്റെ 25-ാമത്തെ സൂറത്ത് ഫുർഖാനിന്റെ ഏറ്റവും അവസാനത്തെ ആയത്താണ്. അല്ലാഹു തആല പറയാണ്, നിങ്ങളെ സ്മരണയില്ലെങ്കിൽ, നിങ്ങളുടെ പ്രാർത്ഥനയില്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങളുടെ റബ്ബ് നിങ്ങളെ ഓർക്കുക? അപ്പൊ അള്ളാഹു നമ്മളെ ഓർക്കണമെങ്കിൽ, അള്ളാഹിന്റെ സ്മരണ ഉണ്ടാവണമെങ്കിൽ, അള്ളാഹിനെ സ്മരിച്ചുകൊണ്ടിരിക്കണമെങ്കിൽ നല്ലൊരു വഴി എന്താണ്? ജീവിതത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക, ധാരാളമായി പ്രാർത്ഥിക്കുക. അത് കൈ ഉയർത്തിയിട്ട് തന്നെ പ്രാർത്ഥിക്കണം എന്നില്ലല്ലോ. അത്തരം സന്ദർഭങ്ങളിൽ അങ്ങനെ ചെയ്യുക. അല്ലാത്ത ഏതൊക്കെ സമയങ്ങൾ നമുക്ക് കിട്ടും, ആ സമയങ്ങളിലെല്ലാം നമ്മുടെ റബ്ബിനോട് നമ്മൾ പ്രാർത്ഥിക്കുക. നമ്മൾ ചെയ്തു പോയ പാപങ്ങൾ അള്ളാഹിനോട് എടുത്തു പറയുക, അത് പുറത്തു തരാൻ വേണ്ടി ആവശ്യപ്പെടുക. ധാരാളമായി തൗബ അധികരിപ്പിച്ചുകൊണ്ടേയിരിക്കുക. ഇങ്ങനെ ഒരുപാട് ശ്രേഷ്ഠതകൾ, ഒരുപാട് ഗുണങ്ങൾ ദിക്റുള്ളക്കുണ്ട്, അള്ളാഹിനെ സ്മരിക്കുന്നതിനുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുക. സർവ്വലോക രക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായി, രഹസ്യമായും പരസ്യമായും, അറിഞ്ഞും അറിയാതെയുമായി നാം ചെയ്തു കൂട്ടിയിട്ടുള്ള എല്ലാ തിന്മകളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ.
പട്ടിണി കൊണ്ടും ദാരിദ്ര്യം കൊണ്ടും കടം കൊണ്ടൊക്കെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേര് നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവരുടെ പട്ടിണി, ദാരിദ്ര്യം, കടബാധ്യത, അസുഖങ്ങളൊക്കെ അള്ളാഹു താല ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ രോഗം അള്ളാഹു താല എത്രയും പെട്ടെന്ന് ശിഫ നൽകി അവർക്കും നമുക്കുമൊക്കെ പരിപൂർണമായ ആയുസാരോഗ്യ സൗഖ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കത്തിയാളുന്ന നരകത്തിൽ നിന്ന് റബ്ബുൽ ഇസ്സത്ത് നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. കുടുംബത്തോടുകൂടി സന്തോഷത്തോടെ കളിച്ചും ചിരിച്ചും തമാശകൾ പങ്കിട്ടുകൊണ്ടും ഈ ദുനിയാവിൽ നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും നാളെ പരലോകത്ത് ഈ കുടുംബത്തോടൊപ്പം തന്നെ ഏറ്റവും നല്ല രീതിയിൽ റബ്ബിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അമ്പിയാക്കളുടെ കൂടെ, സിദ്ദീഖീങ്ങളുടെ കൂടെ, ശുഹദാക്കളുടെ കൂടെ, സ്വഹാബാക്കളുടെ കൂടെ, മുർസലീങ്ങളുടെ കൂടെ, പണ്ഡിതന്മാരുടെ കൂടെ സ്വർഗത്തിൽ അധിവസിക്കാനുള്ള മഹാസൗഭാഗ്യം റബ്ബുൽ ഇസ്സത്ത് നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആരോഗ്യത്തോടുകൂടി ഇബാദത്തുകൾ അനുഷ്ഠിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. സഹോദരങ്ങളെ, നമ്മൾക്കിടയിൽ നമ്മുടെ പള്ളിയിൽ സ്ഥിരമായി വരികയും ഇവിടെ നിസ്കാരത്തിനും മറ്റും കൃത്യമായി എത്തിച്ചേരുകയും ജുമുഅക്കൊക്കെ സജീവമായിട്ട് ഉണ്ടാവുകയും ചെയ്യുന്ന നമ്മുടെ പള്ളിയുമായിട്ട് ഈ ആദർശവുമായി ചേർന്ന് നിൽക്കുന്ന നമ്മുടെ ഉമ്മർക്ക, അദ്ദേഹം ഇപ്പോൾ കുറച്ചൊരു ക്രിട്ടിക്കൽ സ്റ്റേജിൽ ഹോസ്പിറ്റലിലാണുള്ളത്. അപ്പോൾ അദ്ദേഹത്തെ കാണാൻ പോയ ആളുകൾ വരെ പറഞ്ഞത് ഇപ്പം അദ്ദേഹത്തിന് പള്ളിക്ക് എത്താൻ പറ്റുന്നില്ലല്ലോ, നിസ്കാരത്തിന് വരാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള കാര്യത്തിൽ വല്ലാത്ത സങ്കടമാണുള്ളത് എന്നാ. അത് പറഞ്ഞിട്ട് അദ്ദേഹം കരയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, രോഗബാധിതനാകുമ്പോഴാണ് ആരോഗ്യത്തിൻ്റെയും ഒക്കെ വില മനസ്സിലാവുക. അതുകൊണ്ട് ആരോഗ്യമുള്ള സമയത്ത് പരമാവധി നേരത്തെ പള്ളിക്ക് എത്താനും ജുമുഅക്ക് നേരത്തെ തന്നെ എത്തിച്ചേരാനും ഒക്കെ ഉള്ളൊരു ശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവും. അല്ലാഹു തആല നമ്മുടെ സഹോദരന് എത്രയും പെട്ടെന്ന് തന്നെ സമ്പൂർണ്ണമായ ശിഫ പ്രദാനം ചെയ്യട്ടെ. ആരോഗ്യത്തോടു കൂടി ജീവിതത്തിലേക്ക് തിരിച്ചു വരാനും ഏറ്റവും നല്ല രീതിയിൽ ഊർജ്ജസ്വലതയോടുകൂടി ഇബാദത്തുകൾ അനുഷ്ഠിച്ച് മുന്നോട്ട് പോകാനുമുള്ള തൗഫീഖ് അല്ലാഹു അദ്ദേഹത്തിന് എത്രയും പെട്ടെന്ന് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹം അനുഭവിക്കുന്ന, ആ കുടുംബം അനുഭവിക്കുന്ന സാമ്പത്തികമായ പ്രയാസങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയും പെട്ടെന്ന് ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ, നികത്തി കൊടുക്കുമാറാകട്ടെ. കത്തിയാളുന്ന നരകത്തിൽ നിന്ന് റബ്ബ് നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീന വഅദില്ല ശിർക വൽ മുശ്രികീൻ. റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമ ഇന്നഹാ സാഅത് മുസ്തഖറ വമുഖാമ. റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുറത അഅ്യുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമ. റബ്ബന ആതിനാ ഫിദ് ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين 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 برحمتك يا أرحم الراحمين والحمد لله رب العالمين.